അശോക് ലേലാൻഡ്. ഈ കമ്പനിയുടെ വാഹനങ്ങൾ കാണാത്തവരും കമ്പനിയെ കുറിച്ച് കേൾക്കാത്തവരും ആരും ഉണ്ടാകില്ല. രഘുനന്ദൻ സരൻ എന്ന വ്യക്തി 1948 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ആവശ്യപ്രകാരം അശോക് ലിമിറ്റഡ് സ്ഥാപിക്കുന്നു. കമ്പനിയുടെ പേരായ അശോക് എന്നത് രഘുനന്ദൻ സരൻ എന്ന വ്യക്തിയുടെ മകന്റെ പേരായിരുന്നു. പിന്നീട് 1955 ബ്രിട്ടനിലെ കമ്പനിയായ ബ്രിട്ടീഷ് ലേലൻഡുമായി ചേർന്ന് ഒരു സംയുക്ത സംരംഭമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് ഇതിന്റെ പേര് അശോക് ലേലാൻഡ് എന്നായി മാറുന്നത്. ബസ്സുകളായിരുന്നു പ്രധാനമായും അശോക് ലേലാൻഡ് അന്ന് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അശോക് ലേലാൻഡ് 1975 ബ്രിട്ടീഷ് ലേലാൻഡ് കമ്പനി ബ്രിട്ടനിൽ തകർന്നു പോയി. പക്ഷേ ഇന്ത്യയിൽ അശോക് ലേലാൻഡ് കമ്പനി വളരെയധികം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടേയിരുന്നു. ചെന്നൈയിലാണ് ഈ കമ്പനി ആദ്യം ആരംഭിച്ചത് എങ്കിലും ഇന്ന് ചെന്നൈ കൂടാതെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഇതിന് ഫാക്ടറികളുണ്ട്. 1987 അശോക് ലേലാൻഡ് കമ്പനി ഹിന്ദുജ ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് എത്തുന്നത്. 2024 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം അശോക് ലേലാൻഡിന്റെ ഇന്നത്തെ ആസ്തി $1.59 ബില്യൺ ആണ്.